ഇവിടെ ഇത്രയും കിടന്ന് ചിരിക്കുന്നത് എന്ത് ഇപ്പം കാണിച്ചു എൻ്റെ ഈ ബാഗും കോലം കണ്ടാണ് ഇവിടെ കിടന്ന് ചിരിക്കുന്നത്. കാരണം എൻ്റെ ബാഗ് നല്ല ഇറങ്ങി കിടക്കുമായിരുന്നു. സാധാരണ വീട്ടിൽ പോകുമ്പോഴേക്കും ഞാൻ ഇത്രയും വലിയ ബാഗൊന്നും ആയിട്ട് പോകാറില്ല. ഇതിപ്പോൾ ഇവിടെ കിടക്കുന്ന കുറച്ച് തുണി എടുത്തുകൊണ്ട് പോകാൻ വെച്ചു. ഇവിടെ ഇടാനൊന്നും പോകില്ല. പിന്നെ വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും രണ്ട് മൈനനെ കണ്ടുണ്ട്. പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മുള്ളാമുട്ടി. ഇവിടെ പോയാലും മുള്ളാമുട്ടുന്ന സ്വഭാവമുണ്ട്. അതിൻ്റെ വിഷമമാണ് അവിടെ ഫേസിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം രാവിലെ തന്നെ. കാരണം നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ കടയൊക്കെ തുറക്കുന്ന സമയത്ത് വേണ്ടത് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അവിടെ കൊണ്ട് ബസ് നിർത്തുകയും നമ്മൾ നേരെ ബസ് നിർത്തിയിട്ടേക്കുന്നിടത്ത് പോയിട്ട് ആരുമില്ലാത്ത ബസ് കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ വേറൊരു ബസ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരുമില്ല, 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ പൈപ്പ് ലൈനിൽ വന്നിട്ട് ആ ബസ് കയറിയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ആലപ്പുഴ എത്തി. ഫസ്റ്റ് തന്നെ ഈ ഒരു കടയിൽ കയറി ലസ്സി കുടിക്കും. ഈ കട കാണുമ്പോൾ കുറച്ച് ദിവസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാരണം നല്ല ഫേമസ് കടയാണ് ലസ്സി ആക്കുന്നത്. അടിപൊളി ലസ്സി ആയിട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഫുൾ എനർജി ആക്കുന്നുണ്ട്. കാരണം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് കുറേ ടൈം എന്തായാലും സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ അധികം ടൈം നിൽക്കില്ല. കാരണം നൈറ്റൊക്കെ കഴിഞ്ഞ് ഉറങ്ങാതെ ഇറങ്ങിയാണ് ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അങ്ങനെ നേരെ നമ്മൾ SM-ലേക്ക് കയറി. ഇവളുടെ കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷേ കയറിയപ്പോൾ തന്നെ ഓരോ സാധനങ്ങളുണ്ട് സ്പാർക്ക് അടിച്ച അവസാനം എൻ്റെ കൈ നിറച്ച സാധനങ്ങളെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ നോക്കി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ കണ്ണാടി ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മൊത്തം കണ്ണാടിയാണ്. ആ കണ്ണാടി കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്. നല്ല കോലം 2 പേരുടെ. അങ്ങനെ മേളിൽ കയറിയപ്പോൾ വീണ്ടും ഒരു ഡ്രസ്സ് ഉണ്ടാവുന്നു. എടുത്തില്ല കേട്ടോ. പക്ഷേ അങ്ങനെ കുറച്ച് നോക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിനോടൊപ്പം എനിക്കൊന്നും സ്പാർക്ക് അടിച്ചില്ല. കാരണം ഞാൻ തെണ്ടിപ്പോയി സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. എൻ്റെ 10ൻ്റെ പൈസയിലായിരുന്നു. അപ്പോൾ ബൈ.